ക്രൈസ്തവരിൽ ചിലർക്ക് ഹിന്ദുക്കളോടും ഹിന്ദുവിൻ്റെ സംസ്കാരത്തോടും വല്ലാത്ത പകയാണ്. ഇത് പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ക്രൈസ്തവർക്ക് വേദനിക്കുന്നെങ്കിൽ ഞാൻ മാപ്പ് പറയാനും തയ്യാറല്ല. കാരണം നിങ്ങൾ ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് സംസാരിക്കണം. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം കർണാടകയിലെ ബാംഗ്ലൂർ നഗരത്തിലുള്ള സെൻറ്റ് മേരീസ് ബസലിക്കയിലെ തിരുനാളിൽ പങ്കെടുക്കാൻ സിദ്ധരാമയ്യ എന്ന് പറഞ്ഞ കർണാടക മുഖ്യമന്ത്രി വരുന്നു. മുഖ്യമന്ത്രി വരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത് അവിടുത്തെ ആർച്ച് ബിഷപ്പ് പീറ്റർ മക്കാഡോയാണ്. പീറ്റർ മക്കാഡോ നേരിട്ട് എന്ന് മുഖ്യമന്ത്രിയെ ബസലിക്ക തിരുനാളിന് വരണമെന്ന് ക്ഷണിച്ച കൂട്ടത്തിൽ ഒരപേക്ഷ കൂടി വെച്ചു. അവിടെ ശിവാജി നഗർ മെട്രോ സ്റ്റേഷൻ ഈ സെൻറ്റ് മേരീസ് ബസലിക്കയുടെ സമീപത്തുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആവശ്യം വളരെ ലളിതമാണിത്. ഒരു കാര്യം ചെയ്യണം, ഈ ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ പേരിലുള്ള ഈ മെട്രോ സ്റ്റേഷൻ്റെ പേര് മാറ്റണം. പേര് മാറ്റിയിട്ട് സെൻറ്റ് മേരീസ് എന്നാക്കണം. സെൻറ്റ് മേരി മെട്രോ സ്റ്റേഷൻ എന്നാക്കണം. നോക്കൂ, ഈ രാജ്യത്തിൻ്റെ അഭിമാനമായ കേരളം വിട്ടു കഴിഞ്ഞാൽ അറിയാം ശിവജിയെ തൊട്ട് കളിച്ചാൽ എന്താണ് സംഭവിക്കുക. ഇന്ത്യയുടെ ക്ഷാത്രവീര്യം എന്ന് പറയാവുന്ന ഭാരതത്തിൽ ഒരു ഹൈന്ദവ സാമ്രാജ്യം ഈ മുഗളന്മാരും മുസ്ലിം അധിനിവേശക്കാരും അല്ലാതെ ഭാരതത്തിൽ ഒരു ഏകീകൃത സാമ്രാജ്യം ഉണ്ടാക്കിയ മഹാനായ ശിവാജിയുടെ പേര് മാറ്റിയിട്ട് അവിടെ സെൻറ്റ് മേരീസ് എന്ന് പേരിടണമെന്ന് ഒരു ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടാൽ അവർ ഹിന്ദു വിരുദ്ധരാണെന്ന് പറയുന്നതിൽ വല്ല തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യങ്ങൾക്കൊരു മര്യാദ വേണ്ടേ? ഒരു വിഭാഗത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തി നിലവിലുള്ള സംവിധാനം മാറ്റിയിട്ട് ഞങ്ങളുടെ ഒരു പേരിടണം എന്ന് പറയുന്നത് ശുദ്ധ മര്യാദകേടാണ്, തെമ്മാടിത്തരമാണ്. അതിൻ്റെ പിന്നിലൊരു അജണ്ടയുമുണ്ട്. ആ അജണ്ട ഹിന്ദു വിരുദ്ധവുമാണ്. കാരണം വെറുതെ ഒരു സ്ഥലത്തിന്റെ പേരിലുണ്ടായിരുന്ന ഒരു സ്റ്റേഷൻ അല്ലല്ലോ. ശിവാജിയുടെ പേരിലുള്ള ശിവാജി എന്ന് പറഞ്ഞാൽ മുഗൾ സാമ്രാജ്യത്തിന് പ്രതിരോധിച്ച പ്രധാനപ്പെട്ട ഹിന്ദു രാജാവാണ്. ഇത് കേട്ടിട്ട് വേണം ഈ ചില ക്രൈസ്തവർക്ക്, മതമേലധ്യക്ഷന്മാർക്ക് കടുത്ത ഹിന്ദു വിരോധമുണ്ട്. ഹിന്ദുവുമായി ബന്ധപ്പെട്ട, ഇന്ത്യയുമായി ബന്ധപ്പെട്ട ബിംബങ്ങൾക്കെതിരെ അവർ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ ആമുഖമായി പറഞ്ഞത്. ഇനി നമ്മുടെ പ്രേക്ഷകരിൽ ക്രൈസ്തവരായ ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. പിന്നെ ശിവാജി പല ഹിന്ദു രാജാക്കന്മാരെ പോലെ അല്ലായിരുന്നു. സമർത്ഥ രാമദാസ്, തുക്കാറാം തുടങ്ങിയ ഹിന്ദു സന്യാസിമാരിൽ നിന്നൊക്കെ ഉപദേശം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ രാജകൊട്ടാരത്തിലേക്ക് വരുത്തിയിട്ടല്ല. അവരെവിടെ ഇരിക്കുന്നു അങ്ങോട്ട് പോയിട്ട് വലിയ രാജാവായ ശേഷവും പോയി ഉപദേശം കേട്ട് രാജ്യഭരണത്തിൽ, അതായത് ധർമ്മം എന്താണ്, ധർമാധർമ്മ വിചാരം നടത്തി ഔറംഗസേബിനെയൊക്കെ വിറപ്പിച്ച് നടന്നിരുന്ന അത് ശിവാജി മാത്രമല്ല, ശിവജിയുടെ മകൻ സാംബാജി തുടങ്ങിയ പിന്നീടുള്ള 2-3 തലമുറ ഈ മുഗൾ സാമ്രാജ്യത്തിന് പയറ്റിയതാണ്. ഔറംഗസേബിന്റെ പതനം തന്നെ ഈ മറാത്ത സാമ്രാജ്യവുമായിട്ട് പോരാടി തകർന്നു പോയതാണ്. അത് കഴിഞ്ഞിട്ട് പേഷ്വമാർ വരുന്നുണ്ട്. ഈ പേഷ്വമാരിൽ നിന്ന് പിന്നീട് ബ്രിട്ടീഷുകാരും ഒക്കെ നാട് കടത്തിയ ആളുകളാണ് ഈ 1857 വിപ്ലവം നടത്തുന്നത്. റാണി ലക്ഷ്മിബായി, താന്തിയ തോപ്പി, ഇങ്ങനത്തെ ആളുകളൊക്കെ ഈ ബ്രാഹ്മണരിൽപ്പെട്ടതാണ് ഈ പേഷ്വ എന്ന് പറയുന്നത്. മംഗൾ പാണ്ഡെയും ബ്രാഹ്മണനാണ്. അതെ, ഇവരൊക്കെ അതെ 1857 അതിന്റെ പുറകില് ഉണ്ടായിരുന്നവരൊക്കെ ഇത്തരം ആളുകളാണ്. ഈ ഒരുപാട് പോരാളികൾ ആ വിഭാഗത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഈ പേഷ്വമാർ ബ്രാഹ്മണരായിരുന്നതുകൊണ്ട് ഒരുപാട് ആളുകൾ, 90% ക്ലാർക്കുമാരും ഒക്കെ ആ കാലത്ത് ഈ ദേശാസ്ഥ ബ്രാഹ്മണരും, തിലകനൊക്കെ ഇല്ലേ, ബാൽ ഗംഗാധർ തിലക്, ഇങ്ങനത്തെ കുറെ ആളുകൾ ആ കൂട്ടത്തിൽ അന്ന് ദേശസ്നേഹികളായിട്ടുണ്ട്. ഏതായാലും ആർച്ച് ബിഷപ്പ് പീറ്റർ മക്കാഡോ ഈ തെമ്മാടിത്തരം ആവശ്യപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം കൂടെ ഒന്ന് പ്രേക്ഷകരോട് പറഞ്ഞു. അങ്ങേര് പറഞ്ഞു, ഇത് സെന്റ് മേരീസ് ബസിലിക്കയിലെ ആണ്ട് നേർച്ചയായിരുന്നു. ആണ്ട് നേർച്ചയിൽ ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാഡോ വിളിച്ച് ഞങ്ങൾക്ക് ഇങ്ങനൊരു അപേക്ഷയുണ്ട്, സെന്റ് മേരി ശിവാജി മെട്രോ സ്റ്റേഷൻ സെന്റ് മേരി മെട്രോ സ്റ്റേഷൻ എന്നാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിന് ഞാൻ പോസിറ്റീവായി പരിഗണിക്കും എന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ എതിർത്ത് സ്വാഭാവികമായും രംഗത്ത് വരേണ്ടത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഫട്നാവിസ് ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്.
അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പൈതൃകം തന്നെ ശിവാജിയെ അപമാനിക്കുന്ന ഒന്നാണ്. നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ ശിവാജിയെ അപമാനിക്കുന്ന വാചകങ്ങൾ എഴുതിയിട്ടുണ്ട്. സിദ്ധരാമയ്യക്ക് ദൈവം നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് ഫട്നാവിസ് പറഞ്ഞിട്ടുണ്ട്. ഇത് നേർവഴിക്ക് പോവില്ലല്ലോ. ഈ പേര് മാറ്റി തുടങ്ങുമ്പോൾ വിവരം അറിയാൻ പറ്റും. അപ്പോൾ പക്ഷെ ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയെക്കാളും വലിയ കുറ്റം ചെയ്തത് ഈ ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞാൽ ലോഹയിട്ട് കിടക്കുന്ന ഈ മനുഷ്യനാണ്. അയാൾക്ക് എന്ത് കൃമികടിയാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വർഷങ്ങളായിട്ടുള്ള ഭാരതീയ സ്വാഭിമാനത്തിൻ്റെ പ്രതീകമായ ശിവാജിയുടെ പേര് മാറ്റിയിട്ട് ഞങ്ങളുടെ പേരെഴുതി വെക്കണം എന്ന് പറയാൻ തോന്നുന്നൊരു തൻ്റെ ഇടമുണ്ടല്ലോ. ഇതിപ്പോൾ അയാൾ എന്നല്ലേ പറയേണ്ടതുള്ളൂ. ഞാൻ സാധാരണ ശരിക്കും മര്യാദക്കൊക്കെ സംസാരിച്ച് ആലോചിച്ചെന്നാണ്. ഇപ്പം ഞാൻ അയാൾ എന്നേ പറയുന്നുള്ളൂ. അയാൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടാവും ഈ കാവിക്കൊടി ഉണ്ടായത് ശിവാജിയുടെ ഭരണകാലത്താണ് ഉണ്ടായത്, അത് ത്യാഗത്തിൻ്റെതാണ് എന്നൊക്കെ ഉള്ളത് ഒക്കെ ഇയാൾ മാറ്റി വെച്ച് കാണും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സമർത്ഥ രാമദാസ് കൊടുക്കുമ്പോൾ ഇതൊന്നുമില്ലായ്മയുടെ പ്രതീകമാണ്, സന്യാസിയുടെ വസ്ത്രത്തിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ വസ്ത്രം കീറിപ്പറിച്ച് കൊടുത്തിട്ടാണ് ആദ്യത്തെ കൊടി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കാവിക്കൊടിയുടെ തന്നെ പ്രതീകമായ അതിൻ്റെ സ്രഷ്ടാവായ ഒരു രാജാവിൻ്റെ പേര് ഇവിടെ പാടില്ല. ഹിന്ദുത്വം ഇവിടെ വേണ്ട, ക്രിസ്തുമതം വളർന്ന് തിടം വെക്കട്ടെ എന്ന് അയാൾ തീരുമാനിച്ചു. ഇതിൻ്റെ കൂടെ ന്യൂനപക്ഷ പ്രേമം കൊണ്ടു നടക്കുന്ന കോൺഗ്രസ് ആകെ കിട്ടുന്ന വോട്ടുകൾ ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിനു മുമ്പ് ഇവിടെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് നോക്കിയാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂർക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ ചില സമയത്ത് ചില ട്രെയിനുകൾ ഒരു സെക്കൻഡൊക്കെ ഒരു മിനിറ്റൊക്കെ സിഗ്നൽ കിട്ടാനൊക്കെ നിർത്തുന്ന ഒരു സ്റ്റേഷൻ, ഇതെങ്ങനെ ഈ പേര് വന്നു എന്ന് ശ്രദ്ധിക്കാറുണ്ട്. കാർമൽ റാം എന്ന് പറഞ്ഞിട്ട്, കാർമേൽ റാം, ഇതിൻ്റെ കൂടെ റാമും കിടക്കുന്നുണ്ട്, കാർമേല റാം. അപ്പം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്രിസ്ത്യാനികൾ കുറെ സ്ഥലം മേടിച്ചിട്ടേ 1969 അവരുടെ തിയോളജി കോളേജ് പണിതു. തിയോളജി കോളേജ് പണിതപ്പോൾ അതിന് കാർമേൽ തിയോളജി കോളേജ് എന്ന് പേരിട്ടു. ഇതൊരു ഗ്രാമത്തിലാണ് പണിതത്. എന്നിട്ട് ഈ ഗ്രാമത്തിന്റെ പേര് തന്നെ കാർമൽ റാം എന്നായി. ഞാൻ താമസിക്കുന്നത് ശങ്കർ നഗർ എന്ന് പറഞ്ഞൊരു കോളനിയില്. അതിന്റെ അപ്പുറത്തുള്ള സ്ഥലത്തിന്റെ പേര് മാർട്ടിൻപുരം, ഇപ്പുറത്തുള്ള സ്ഥലത്തിന്റെ പേര് തോമസ് പുരം. ഇത് ആ ചമ്പക്കര എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ഏരിയയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അവരിങ്ങനെ പേരുകൾ അവരുടേതാക്കി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ കാർമലൈറ്റ് പുരോഹിതന്മാര് പേര് മാറ്റിയവര് ആരായിരുന്നു എന്നറിയോ? കേരളത്തിൽ നിന്ന് പോയ, ഞാൻ ആലോചിക്കരുത്, കേരളത്തിൽ ഇവിടുന്ന് പോയവരായിരിക്കുന്നു. ഇവിടുന്ന് പോയവരാണ്. ഛത്തീസ്ഗഡിൽ പോയാലും കുഴപ്പമുണ്ടാക്കുന്നത് അവരാണ്. 1969 മാറ്റി 2019 കനക ജൂബിലി 8 കിലോമീറ്റർ വരും ബാംഗ്ലൂരിൽ നിന്ന് ഈ കാർമൽ റാം സ്റ്റേഷൻ നമ്മൾ കാണുമ്പോൾ. അപ്പൊ സ്റ്റേഷനുകളുടെ പേരുകൾ മുഴുവൻ അല്ല, അത് ഈ പറഞ്ഞ പോലെ റെയിൽവേ അത് ഇട്ട് കൊടുക്കാതിരുന്നിട്ടാണ്. അവരുടെ സർക്കാരായിരുന്നല്ലോ കോൺഗ്രസ്. ഇപ്പോഴും അത് തന്നെയാണ്. ഇത് ഛത്രപതി ശിവാജി മഹാരാജായുടെ പേര് മാറ്റണമെന്ന് ഒരു സർക്കാരിനോട് ആവശ്യപ്പെടാൻ ധൈര്യം വന്നത് അവിടെ കോൺഗ്രസ് ഭരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോ കോൺഗ്രസ് ഭരിക്കുന്ന ഛത്തീസ്ഗഡോ അവിടെ വാജ്പേയിയുടെ പേരിലുള്ള ഈ PH സെന്റേഴ്സ് ഇല്ലേ, പ്രൈമറി ഹെൽത്ത്, അതിന് മദർ തെരേസയുടെ പേര് കൊടുക്കാനായിട്ട് ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ട്. അതെ അതെ, വാജ്പേയിയുടെ പേര് മാറ്റി മദർ തെരേസയുടെ പേരാക്കുക. അപ്പൊ ഈ കോൺഗ്രസിന്റെ ഒരു ആഗോളെന്നും ഓൾ ഇന്ത്യ എന്നൊന്നും പറയാനില്ലല്ലോ, പ്രാദേശിക പാർട്ടിയേക്കാൾ ചെറുതാണ്. കോൺഗ്രസിന് ആകെ ഉള്ളത് ഇപ്പൊ ന്യൂനപക്ഷ. അല്ല, നമ്മളീ പൊതുവിൽ സുഡാപ്പികൾക്കാണ് ഹിന്ദുക്കളെയും ഇന്ത്യൻ സംസ്കാരത്തോടും ദേഷ്യം എന്നൊക്കെ പറയും. ചില ക്രിസ്ത്യാനികളും ഒട്ടും മോശമല്ല. ഒന്നാം തരം വർഗീയവാദികളാണ് അവര്. കാരണം നമ്മള് മദർ തെരേസയുടെ ഇപ്പൊ ഇത്രയും പറഞ്ഞില്ലേ, മദർ തെരേസയുടെ കഥകൾ തന്നെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വർഗീയതയുടെ വേരല്ലേ അതിന്റെ ഉള്ളിൽ മുഴുവൻ കിടക്കുന്നത്. അല്ലാതെ അവരെന്തിനു വേണ്ടി ഇവിടെ പ്രവർത്തിച്ചു? ഇത് പറഞ്ഞ ഉടനെ താഴെ കമന്റ് ഇടും, നീയൊക്കെ കോണകമെടുത്ത് നടന്നപ്പോൾ ഞങ്ങളുടെ മിഷണറിമാർ വന്നതുകൊണ്ട് നീയൊക്കെ അക്ഷരം പഠിച്ചു, തുണി കൊടുക്കാൻ പഠിച്ചു, മാറ് മറയ്ക്കാൻ പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ ഊളകൾ. അത് പറയാൻ പാടില്ലാത്ത, എന്നാലും വന്നിടും ചരിത്രം പഠിക്കണം അല്ലേ. പിന്നെ ഇതൊക്കെ നമ്മൾ എത്രയോ കാലം മുമ്പേ എല്ലാ രംഗത്തും നമ്മൾ മുന്നേറിയിട്ടുള്ളതാണ്. തിരുവിതാംകൂറിലെ രാജാക്കന്മാരില്ലായിരുന്നെങ്കിൽ ഈ
സംഗതികൾ ഉണ്ടാവുമോ? അല്ല, ക്രൈസ്തവരിൽ പിന്നെ ഈ വർഗീയവാദിയായ ഒരു ദിവാൻ റെസിഡന്റ് മൺറോ, കേണൽ മൺറോ സമ്പൂർണ്ണ വർഗീയവാദിയ. അങ്ങനെയല്ലേ ആ പാളയത്ത് ഈ സ്ഥലമൊക്കെ കൊടുത്തിരിക്കുന്നത്. അതെ അതെ, മതം മാറ്റത്തിന് മുഴുവൻ പ്രോത്സാഹിപ്പിച്ചത് അയാളല്ലേ. മൺറോ കേരളത്തിന് പൊതുവെ അല്ലെങ്കിൽ തിരുവിതാംകൂർ പ്രത്യേകിച്ചും വരുത്തിയിട്ടുള്ള കുഴപ്പങ്ങൾക്ക് കണക്കില്ല. പക്ഷെ ഭാഗ്യവശാൽ ഈ സുഡാപ്പികളെ പോലെയല്ല, ഈ ക്രൈസ്തവരിലെ ഈ വർഗീയവാദികളുടെ എണ്ണം തുലം കുറവാണ്. അതൊരു മഹാഭാഗ്യമാണ്. ക്രൈസ്തവരെ കേരളത്തിൽ കുറവാണ്. കാരണം എവിടെ പോയി ക്രൈസ്തവരുടെ പ്രാമുഖ്യം കച്ചവടത്തിൽ, ഭൂമിയിൽ ഒക്കെ ഉണ്ടായിരുന്ന അവരുടെ മേൽക്കൈ എവിടെ പോയി? ഇവർ ലോകം മുഴുവൻ നടന്ന് മതം മാറ്റിക്കൊണ്ടിരുന്നു. മതം മാറ്റിയതൊക്കെ അവസാനം എന്തുപറ്റി? കാക്ക കൊത്തിപ്പോയി. അതെ, ബാക്കിയുള്ളവർ വിദേശത്തേക്കും പോയി. അപ്പം ക്രൈസ്തവ രാജ്യങ്ങളൊക്കെ എവിടെ പോയി? നിങ്ങളിങ്ങനെ മതം മാറ്റിക്കൊണ്ടിരിക്കുക. മതം മാറ്റി പിന്നീട് വന്നിട്ട് ഇസ്ലാം കൊണ്ടുപോകും. അതാണ് ഇപ്പോ എന്തായാലും ഈ പരിപാടി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ശിവാജിയുടെ പേരിൽ ഇത് മഹാരാഷ്ട്രയിൽ നിന്ന് ആളുകൾ വന്നിറങ്ങുമല്ലോ അവിടെ. അത് മാത്രമല്ല, അവിടെ BJP ഉണ്ടല്ലോ. BJP വളരെ ശക്തമാണ്. പിന്നെ നേരത്തെ കാർമൽ റാം പറഞ്ഞില്ലേ, അത് അതിന്റെ MLA മഹാദേവ്പുര ആണ്. BJP മണ്ഡലമാണ്. അതെ. പക്ഷെ ഏതായാലും അത് അവിടെ വേറെ തമാശയുണ്ട്. ഇതേ സംബന്ധിച്ച് DK ശിവകുമാറിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. ശിവകുമാർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നല്ല കാര്യമില്ല. അത് സിദ്ധരാമയുടെ തലക്കിരിക്കട്ടെ എന്ന് ശിവകുമാർ വിചാരിച്ചാണ് ഇയാള് പെട്ടോട്ടെ എന്ന്. അതെ അതെ അതെ, അങ്ങനെയും കൂടെ ഉണ്ട്. അതുകൂടെ പറയണമല്ലോ. ശിവകുമാറിന്റെ അനുയായികളെയൊക്കെ BJP പ്രക്ഷോഭത്തിന് വിട്ടുകൊടുക്കും ആ സമയമാകുമ്പോ. പോരാത്തതിന് വ്യവസ്ഥ ലംഘിച്ച് 2.5 വർഷം കഴിയുമ്പോൾ മാറിക്കൊടുക്കാമെന്നുള്ളത് മാറാതെ ഇരിക്കുകയാണ് സിദ്ധരാമയ്യ. അപ്പൊ സിദ്ധരാമയ്യ വേറെ കുറെ പിന്നാക്ക കാർഡൊക്കെ ഉപയോഗിച്ച് ഇയാളെ ഒതുക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇപ്പൊ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.